എത്ര പെട്ടെന്നാലേ വെക്കേഷൻ കഴിഞ്ഞേ. ശരിയാ പാറൂസേ. എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ? അടിച്ചു പൊളിച്ചില്ലേ? പിന്നെ അല്ലാതെ ഒരു മാസം അമ്മയുടെ വീട്ടിലായിരുന്നു. ഞാനും അമ്മയുടെ വീട്ടിലായിരുന്നു. അല്ല, നമ്മളെക്കാളും എൻജോയ് ചെയ്ത് പാത്തുമായിരിക്കും. പാത്തു ദുബായിലൊക്കെ പോയിരുന്നില്ലേ? അതെ, നല്ല രസമായിരുന്നു. 2 മന്ത് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിച്ച്. വിമാനത്തിലായിരിക്കില്ലേ? വിമാനത്തിലല്ലാതെ ബസ്സിൽ പോവോ ദുബായിക്ക്? എന്നെ കളിയാക്കൊന്നും വേണ്ട. നീയും കയറിയില്ലല്ലോ തര വിമാനത്തില്. നീ ഇപ്പൊ രണ്ടും കൂടെ അതുമ്മ തുടങ്ങണ്ട. അത് ശരിയാ, നല്ലൊരു ദിവസമായിട്ട് നമ്മൾ എന്തിനാ വഴക്കൂടുന്നേ? അല്ല, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിന്റെ മുഖത്ത് ഒരു ഹാപ്പിനെസ് ഇല്ലല്ലോ. എങ്ങനെ ഉണ്ടാവും? ഇത്തവണ ക്ലാസ് മാറുന്നു കരുതിയതാ. ഇത്തവണയും ആ പാറുവിനൊക്കെ കാണണല്ലോ. ഓ, അതാണ് നിന്റെ പ്രശ്നം. വെരി സില്ലി മാറ്റർ. അവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോണ്ടെന്നേ. പാറുസേ, മിസ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് മിസ്. Sit down please. Are you all happy today, students? Yes, miss. We are happy. That's good. എല്ലാരും വെക്കേഷൻ ഒക്കെ നല്ലോണം ആഘോഷിച്ചോ? മിസ്സിന്റെ പേരെന്താ? അനുപമ. ഈ വർഷത്തെ നിങ്ങൾ ക്ലാസ് ടീച്ചർ ആണ്. ഞാന് മലയാളമായിരിക്കും സബ്ജക്ട്. എല്ലാരെ അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു പറ. ഞാൻ പറയാം മിസ് ഫസ്റ്റ്. ഗുഡ്. മോളെ പേരെന്താ? പാർവതി കൃഷ്ണൻ. എന്നാ മോളുടെ അവധിക്കാലത്തെ കുറിച്ച് പറ. മോളെ എണീക്കണ്ട, ഇരുന്ന് പറഞ്ഞാ മതി. താങ്ക് യു മിസ്. പിന്നെ എന്റെ അവധിക്കാലം എന്ന് പറഞ്ഞാല് നല്ല രസമായിരുന്നു. ഞാന് 1 മന്ത് അമ്മയുടെ വീട്ടിലായിരുന്നേ. അവിടെ പാടമുണ്ട്, കുളമുണ്ട്, പുഴയുണ്ട്. അടിപൊളിയാ. വൈകുന്നേരമായാൽ ഞങ്ങൾ കളിക്കാൻ പോവും, കുളിക്കാൻ കുളത്തിലേക്ക് പോകും. മാങ്ങക്കാലമായതിനാൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉപ്പൊക്കെ ചേർത്ത് കഴിക്കും, എല്ലാരും കൂടി ചേർന്ന്. അമ്മമ്മ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരും, കഥകൾ പറഞ്ഞു തരും. നല്ല രസമായിരുന്നു. ഇതൊക്കെയായിരുന്നു എന്റെ അവധിക്കാലം മിസ്. വളരെ നല്ലത്. മിസ്സിനെ ഒരുപാട് സന്തോഷമായി കേട്ടപ്പോ. ഫോണും ടി വി ഒക്കെ കണ്ട് ടൈം വേസ്റ്റ് ചെയ്തില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല ഓർമ്മകളായി എന്നും നിലനിൽക്കും. മിസ്, ഞാൻ ദുബായി പോയിരുന്നു. ആഹാ, കൊള്ളാലോ. എന്നാ മോള് പറ, മോളെ അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു ദുബായില്? ഉപ്പച്ചി വന്നിട്ട് 2 വർഷമായി. അപ്പൊ ഇത്തവണ എല്ലാരെയും കൂടെ കൂട്ടി അങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞാനും ഇക്കായും ഉമ്മയും കൂടെ പോയെ. ഫസ്റ്റ് ടൈമാ ഞാന് വിമാനത്തിൽ കയറി. അതുകൊണ്ട് ഇത്തവണത്തെ വെക്കേഷൻ ഒരിക്കലും ഞാൻ മറക്കൂല. ഇത്തവണത്തെ അവധിക്കാലം എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടല്ലേ? അതെ മിസ്. അല്ല, ഈ ഭാഗത്ത് നിന്നും ആരും ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താ മിണ്ടാതിരിക്കുന്നേ? ഞങ്ങൾക്ക് നല്ലതായിരുന്നു മിസ്. അതെ, ട്രിപ്പൊക്കെ പോയോ? ആ, ഞാന് മൈസൂർ പോയി. ആഹാ, എന്നിട്ടാണ് മിണ്ടാതെ നിൽക്കുന്നേ? അതിന്റെ വിശേഷങ്ങളൊക്കെ പറ. അവിടെ എന്തൊക്കെയാ കണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്ക്. എങ്കിലല്ലേ കാണാത്തവർക്ക് അതിനെ കുറിച്ച് അറിയും. അവിടെ സൂല് പോയി, പാലസിൽ പോയി, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി. ആഹാ, എന്നിട്ട് എന്തൊക്കെയാ കണ്ടേ സൂന്ന്? കുറെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കണ്ട്, അതുപോലെ തന്നെ നിറയെ പാമ്പുകളെ കണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? മോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവധിക്കാലം? കൊള്ളായിരുന്നു മിസ്സേ. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? മോള് ഹാപ്പി അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനോട് പറ. ഒന്നുമില്ല മിസ്സേ, ഞാൻ ഹാപ്പിയാ. ഓക്കെ, പിന്നെ എല്ലാരോടും കൂടെ പറയാം. എന്ത് പ്രശ്നമായാലും മിസ്സിനോട് വന്ന് പറയാൻ കേട്ടോ എല്ലാരും. ഞാൻ നിങ്ങളെ ടീച്ചർ മാത്രല്ല, നല്ലൊരു സുഹൃത്തുമായിരിക്കും. എന്റെ ഈ അവധിക്കാലം ഞാൻ ഒരിക്കലും മറക്കില്ല മിസ്സേ. എന്നാ പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും ഫ്രണ്ട്സും കൂടെ ക്രിക്കറ്റ് കളിച്ച് ഒരു വീടിന്റെ വിൻഡോ പൊട്ടിച്ച്. അയ്യോ, എന്നിട്ടെന്താ? നല്ലോണം തല്ല് കിട്ടി അമ്മയുടെ അടുത്തുനിന്ന്. എല്ലാരും കൂടെ പിരിവിട്ട് അവർക്ക് വേറെ വാങ്ങിക്കൊടുത്തു. എല്ലാവരുടെയും അവധിക്കാല അനുഭവങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഇനി നമുക്ക് ഈ വർഷത്തെ പുതിയ കാര്യങ്ങൾ പഠിച്ചു നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവാം. എല്ലാരും ഓക്കെ അല്ലേ? ഇനി എല്ലാവർക്കും നമുക്ക് ഈ സന്തോഷത്തിന്റെ ഭാഗമായി മിഠായി വിതരണം ചെയ്യാം. ഹായ് മിഠായി. മിസ്, എനിക്ക് 2 തരോ? നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഓരോന്ന് വീതം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കട്ടോ. പിന്നെ എല്ലാവരോടും കൂടെ പറയാണ്, മിഠായി കഴിക്കരുത് അധികം. ഇത് നമ്മള് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ ചെറിയൊരു സന്തോഷത്തിന്. മധുരം പല്ലിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും ഹാനികരമാണ്. കഴിക്കണ്ടെന്ന് പറഞ്ഞാ നിങ്ങൾ കേൾക്കൂലെന്ന് മിസ്സിന് അറിയാം. എന്നാലും മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാം. ടീച്ചർക്ക് അറിയില്ലല്ലോ ഉണ്ണിക്കുട്ടന്റെ കാര്യം. അവന് ദിവസേന എത്ര മിഠായിയാ കഴിക്കാറ്. നമുക്കെല്ലാവർക്കും ഈ മധുരം കഴിച്ച് മധുരമുള്ള പാട്ടുകൾ പാടി പുതിയ അധ്യായ വർഷം ആഘോഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരവും വിജയകരവുമായ ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു.